തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം മികവോടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ച് ടീം CCTV. രാവിലെ 7:30 ആരംഭിച്ച് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ രാത്രിയോടെയാണ് സമാപിച്ചത്. യൂട്യൂബിൽ 1.5 ലക്ഷത്തിലധികം പേർ കണ്ട നാട്ടുവിധി ദിന വാർത്ത പ്രാദേശിക ദൃശ്യമാധ്യമ രംഗത്ത് പുതിയ ചരിത്രം തീർത്തു. എന്തായാലും 8 മണിയോടുകൂടി തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നടക്കുമ്പോൾ 8:30 തന്നെ ആദ്യ ഫലസൂചനകൾ നമുക്ക് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമ്മളുടെ ബ്യൂറോ പ്രതിനിധികളെല്ലാം വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്ന് തത്സമയം നമുക്ക് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. നാട്ടങ്കത്തിലെ അന്തിമഫലമറിയാൻ മേഖലയിലെ ജനം സാഗൂതം മിഴിനീട്ടിയത് സംസ്ഥാനത്തെ മികച്ച പ്രാദേശിക ചാനലുകളിലൊന്നായ CCTV വാർത്താ ചാനലിനെയായിരുന്നു. കൃത്യമായ മുന്നൊരുക്കങ്ങളോടെ സാങ്കേതിക തികവോടെ വാർത്താവിന്യാസമൊരുക്കിയ CCTVയിലൂടെ ഫലപ്രഖ്യാപനത്തിന്റെ അനുനിമിഷങ്ങളുടെ വിവരങ്ങൾ പ്രേക്ഷകരിലേക്കെത്തി. മികവുറ്റ ഗ്രാഫിക്സ്, വിജയിച്ച സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങളും വിശദാംശങ്ങളും അടങ്ങിയ സ്ലൈഡ് ഷോ, ഓരോ വാർഡിലും വിജയിച്ച കക്ഷികളുടെ വിശദാംശങ്ങൾ, സംസ്ഥാനത്തെ പൊതുചിത്രം അടങ്ങിയ ഗ്രാഫിക്സ്, തൃശൂർ ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ മുന്നണികളുടെ പ്രകടനം എന്നിവയെല്ലാം കൃത്യമായി ചാനലിലൂടെ അറിയാനായി. 8 പഞ്ചായത്തുകളുടെ ഫലപ്രഖ്യാപനം നടന്ന ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ്, ഗുരുവായൂർ നഗരസഭയുടെ വോട്ടെണ്ണൽ നടന്ന ടൗൺ ഹാൾ, ചാവക്കാട് ബ്ലോക്കിന്റെ കീഴിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ വോട്ടെണ്ണിയ ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ, കുന്നംകുളത്തെ ജനവിധി പുറത്തുവന്ന ടൗൺ ഹാൾ, എരുമപ്പെട്ടി വരവൂർ സ്കൂളുകളുടെ ഫലം പുറത്തുവന്ന മച്ചാട് സ്കൂൾ, ചാവക്കാട്ടെ വോട്ടെണ്ണൽ കേന്ദ്രം എന്നിവിടങ്ങളിൽ നിന്നെല്ലാം CCTV പ്രതിനിധികൾ അതിവേഗം വിവരങ്ങൾ പൊതുജനമധ്യത്തിലേക്ക് എത്തിച്ചു. സ്റ്റുഡിയോയിലും ഡെസ്കിലുമായി ഇതിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയത്. ന്യൂസ് ഡയറക്ടർ KC ജോസ്, ലൈവ് ഡയറക്ടർ പ്രമോദ് കുമാർ, ജനറൽ മാനേജർ സിൻഡോ ജോസ് എന്നിവരുടെ നേതൃത്വത്തിൽ ഏകോപനം ഒരുക്കി. യൂട്യൂബിൽ തത്സമയം ആകെ വാർത്ത കണ്ടവരുടെ എണ്ണം 1.5 ലക്ഷം പിന്നിട്ടതും അഭിമാന നേട്ടമായി. പ്രാദേശിക ദൃശ്യമാധ്യമ രംഗത്ത് സമാനതകളില്ലാത്ത മുന്നേറ്റം തുടരുന്ന CCTV ഇപ്പോൾ സേവനത്തിന്റെ 25 വർഷം പിന്നിട്ടു. കേബിൾ TV ചാനലിന് പുറമെ വെബ്സൈറ്റിലൂടെയും യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം വഴി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പുതുകാലത്തിന്റെ വാർത്തായിടങ്ങളിലും മുൻപന്തിയിൽ തന്നെയാണ് CCTVയുടെ സ്ഥാനം.